പെട്ടി താഴെ വെക്കടാ. വെച്ചു. പറഞ്ഞത് വല്ലതും മനസ്സിലായോ? മനസ്സിലായി. എന്ത്? പെട്ടി താഴെ വെക്കാനല്ലേ? എടാ, ഇത് നിസ്സാര കാര്യമല്ല, വളരെ ഉത്തരവാദിത്തത്തോടും ബുദ്ധിയോടും ചെയ്യേണ്ട കാര്യ. എന്ത്? ഈ പെട്ടി താഴെ വെക്കണം. മുതലാളി ഒന്നടിച്ചേ. എന്താടാ? ഓടിച്ച നീ മരുന്ന് മേടിച്ചിട്ടുണ്ടോ? ഓക്സിജൻ തീർന്നു. ഓക്സിജൻ മേടിച്ചു കൊടുക്കണം. ഒരു കുറ്റി ഇപ്പഴല്ലേ കൊടുത്തു, അതിന് മുമ്പ് കുടിച്ചെടുത്താ. ആ ജനലിൽ തുറന്നു പറ. ഇവിടെയൊക്കെ കണ്ടവാൻ ഓക്സിജൻ വലിച്ചു കയറ്റട്ടെ. ഇതെന്ത് പണ്ടാലും വെറുതെ ബില്ലടിക്കണം. മിഷൻ കേടാക്കി. പണം തന്നിട്ട് പോണോ? ഇയാൾക്ക് ഫോൺ ചെയ്യാൻ പറ്റില്ല, പൊട്ടനാ. ഇയാളും പൊട്ടനായിരിക്കും, താനും പൊട്ടനായിരിക്കും. പക്ഷെ ഞാൻ പൊട്ടനല്ല. നമ്മൾ നേരെ പഞ്ചാബി ഹൗസിലേക്ക് ചെല്ലുന്നു. എന്നിട്ട് മര്യാദക്ക് ബോട്ട് വിട്ട് തരാൻ പറയുന്നു. എന്നിട്ട് അപ്പൊ ഒരു ബോട്ട് വിട്ട് തരില്ല എന്ന് പറയുന്നു. അപ്പൊ ഒരു തീരുമാനമായില്ല. ഈ കാലമാടന്മാരെക്കാൾ ബെടാ ഇനി വേറെ അങ്ങേരൊന്ന് വന്ന് നിന്നാ മതി. അപ്പ മൂത്രം ഒഴിക്കും. അങ്ങേർക്ക് അതിന്റെ അസുഖം ഉണ്ടാകും. കല്യാണത്തിന്റെ അന്ന് തന്നെ കല്യാണം മുടങ്ങാന്ന് പറഞ്ഞ കഷ്ടം തന്നെ. അന്നുണ്ടാക്കിയ ബിരിയാണിയൊക്കെ എന്ത് ചെയ്തു? ഇതിപ്പോ ഞാൻ പറഞ്ഞാണെന്ന് അവരറിയും. എന്റെ പണി പോവും. പണി പോട്ടടാ. നീ കടപ്പുറത്തേക്ക് വാ, നിനക്ക് അവിടെ പണി തരാം. കടപ്പുറത്ത് വന്നിട്ട് ഞാൻ എന്തോ ചെയ്യാൻ? നീ ഒന്നും ചെയ്യണ്ടടാ. നിന്റെ ചൂണ്ടക്കുറത്ത് കടലിലേക്ക് എറിഞ്ഞ വലിയ സ്രാവിനെ പിടിക്കാം. താൻ എന്തിനാ ഇപ്പൊ ഇവിടെ ഇറങ്ങിയേ? വെള്ളം അടിക്കാനോ ഇത്ര രാവിലെ? ഇതുപോലുള്ള ആളുകളാ സാറേ തീവണ്ടിക്ക് കള്ളവണ്ടി എന്നുള്ള ചിന്തപ്പേരുണ്ടാക്കുന്നത്. കേൾക്കുന്നവരെന്താ വിചാരിക്കുക? സാറിനെ പോലുള്ള ആളുകൾ ഇതിനകത്ത് പണിയെടുക്കുന്നുണ്ടാണെന്നല്ലേ? പിന്നെ പോലീസ് വിളിക്കും സാറേ. അത് ഞാൻ ചെയ്തിരിക്കും. സാറിന്റെ ടിക്കറ്റ്? അയ്യോ, എന്റെ ടിക്കറ്റ് ഇല്ല. ടിക്കറ്റ് ഇല്ലെങ്കിൽ 6 മാസം തടവാ. ആര് തടവും? ഞാൻ തടവോ സാറ് തടവോ? തന്നെ എനിക്കറിയാമല്ലോ, താൻ ഹംസയല്ലേ? ഞാൻ ഹംസോ അല്ല താറാവോ അല്ല. എനിക്ക് വിശക്കുന്നു. ഇവിടെ എന്താ തിന്നാൻ കിട്ടുക? ആ ചാണകവണ്ടി പോരും, ഞാൻ കുറെ കോരിത്തരാം. മതിയാ? ഏട്ടനെ തല്ലേ? ആ, ഞങ്ങളുടെ കുടുംബത്തിൽ അങ്ങനെയാ. അച്ഛനെ തല്ലേ തുടങ്ങാറ്. ഇത്തവണ അച്ഛനെ കിട്ടില്ല, അതുകൊണ്ട് ഏട്ടനെ തല്ലി. എന്റെ നമ്പർ ഞാൻ മറന്നുപോകും. അതുകൊണ്ട് ഞാനത് ഡയറി കുറിച്ച് വെച്ചു. ആ ഡയറി എവിടെ? അത് വേറെ ആരുടെയും കിട്ടാതിരിക്കാൻ വേണ്ടി ഞാൻ അന്ന് തന്നെ കത്തിച്ചു കളഞ്ഞു. ഗോവിന്ദൻകുട്ടി ബോംബെ പോകുന്ന എന്തിനാ പറഞ്ഞത്? വെറുതെ അവനോട് എന്തിനാ അടി മേടിച്ചു കൊടുക്കുന്നത്? എന്നാ പിന്നെ നമ്മൾ ബോംബെ പോയിരിക്കാണെന്ന് നിനക്ക് പറഞ്ഞുകൂടാ? നമ്മളിന്ന് വരുന്ന വിവരം അവനറിയാം. ഇല്ല, നമ്മൾ പ്രതീക്ഷിക്കാതെ ചെല്ലുമ്പോ അവനൊരു സർപ്രൈസ് ആവട്ടെ എന്ന് കരുതി. അത് നല്ലതാ. ആർക്കാ? പ്രതീക്ഷിക്കാതെയാണ് നമ്മൾ വരുന്നതെന്ന് അവനെ വിളിച്ച് പറഞ്ഞേക്കാം. ഇങ്ങനെ ഒരു മാറ്റമില്ലല്ലോ ഇതിന്. അത് ഡെയിലി എക്സർസൈസ് ചെയ്യുന്നുണ്ട്. എന്താണ് നിന്റെ കാറിടിച്ചോ? ഒരു കിളി കാറിന് കയറി പോയി. ഒരു സുന്ദരി കിളി കണ്ട ഐശ്വര്യ റായെ പോലെ. പക്ഷെ ഞാൻ കണ്ടില്ല. ആരാണെന്നറിയില്ല. ആ കുട്ടി ഒറ്റക്കാ വന്നത്. ഒറ്റയ്ക്ക് വന്ന ആ കുട്ടിയുടെ കൂടെ വേറെ ആരെങ്കിലും ഉണ്ടായിരുന്നോ? എന്താ മൂലക്കുരുന്റെ അസുഖമുണ്ടോ? ചാക്കോ അല്ല, സഞ്ചി. ഞാൻ ചാക്കോ കേറ്റി, ഞാൻ സഞ്ചി ഇറക്കി. എന്റെ കുറച്ച് ബിസിനസ് ഡോക്യുമെന്റ്സ് ഇരിപ്പുണ്ട്. അത് നിങ്ങൾ എടുത്തു തരണം. എന്തേ നിങ്ങൾ എടുത്താ പൊന്തില്ലേ? പൈതപ്പായി ജോസ് പ്രകാശിന്റെ ആരെങ്കിലും തോന്നുന്നു. ദൈവമേ, അയാൾ കയ്യില്ലാണ്ട് പോണ്. ഈ നാട്ടില് കുറച്ചാളെങ്കിലും എന്റെ ഭാഗത്ത് എനിക്കും വേണം. അങ്ങനെ ഞാനില്ലേ? അയ്യടാ, ആസനത്തിലൊരു കോലും കയറ്റി വെള്ളരിക്ക കണ്ടത്തെ കൊണ്ട് നാട്ടിയാല് കാക്ക വരെ പേടിക്കില്ല. മേനോന്റെ ആനയ്ക്ക് നല്ല സുഖം പോരാൻ തോന്നുന്നു. ആ പെണ്ടിയുടെ നാറ്റം എനിക്കങ്ങോട്ട് സഹിക്കണില്ല. ആന എവിടെ? കണ്ടില്ലല്ലോ. ആന മേയാൻ വിട്ടിരിക്കുക. എന്നെ സംശയിക്കരുത്. ഈ മീശി വെച്ചിന് കരയിലട കഴുതേ. വെള്ളം വീണ് ഇനി അത് വളരും. അമ്മിണിക്കുട്ടിയെ തട്ടിക്കൊണ്ടു പോയെന്നല്ലേ പരാതി? അല്ലാതെ പിന്നെ പാതിരാത്രിക്ക് അവരെന്റെ വീട്ടിൽ കയറി വന്ന് വിരുന്നുണ്ണാനാ? നിന്നേക്കാൾ ഒരുപാട് ഓണം കൂടുതൽ ഉണ്ടവനാ ഞാൻ. ഓണം കൂടുതലുണ്ടെന്ന് വിചാരിച്ച് ബുദ്ധി വർദ്ധിക്കണമെന്നില്ല. കുഞ്ഞിക്കാതർ എന്നെ ഒന്ന് സഹായിക്കണം. അവനെ എനിക്ക് അറിയാഞ്ഞിട്ടല്ല, പക്ഷെ തങ്ങള് സമ്മതിക്കില്ല. അതാരാ ഈ തങ്ങള്? നമ്മൾ ഉസ്താദ്. അങ്ങേര് എവിടെയാണെന്ന് പറ, നമുക്ക് കാറ് വിളിച്ച് അയാളെ പോയി കാണാം. അല്ല, അങ്ങേര് സ്വർഗത്തില്ല, മരിച്ചിട്ട് 6 ആണ്ട് കഴിഞ്ഞ്. അങ്ങോട്ട് കാറ് പോകുമോ? കാർ അങ്ങോട്ട് പോയില്ല. അങ്ങനെ വഴിയുണ്ട്. ഈ വിരലിന്റെ തുമ്പത്തേക്ക് നോക്കിയാട്ടെ, വല്ലതും കാണുന്നുണ്ടോ? അങ്ങേ പറമ്പിൽ പുല്ല് എത്തണം നാരായണിയെ കാണുന്നുണ്ട്.